അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. വിശ്വാസി ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പനകളുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയോടെ ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഹജ്ജാജികളാണെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികളെല്ലാവരും ഒരുപോലെ നിർവഹിക്കേണ്ട ഹജ്ജുമായി ബന്ധപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട അല്ലാഹുവിനുള്ള ആത്മാർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി കൊണ്ട് നമ്മളൊക്കെ ആചരിക്കുന്ന ഒന്നാണ് ഉദ്ഹിയ്യത്ത് എന്നത്. അഥവാ ഏറ്റവും വലിയ സമർപ്പണത്തിൻ്റെ അതിൻ്റെ പ്രകടമായിട്ടുള്ളൊരു രൂപമാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. പ്രതീകാത്മകമായ സിംബോളിക്കായിട്ടാണ് അത് നടത്തപ്പെടുന്നത് എങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഥവാ അല്ലാഹു തആല യാത്ര പോകാൻ, കുടുംബത്തെ കൂട്ടിയിട്ട് യാത്ര പോകാൻ, അല്ലാഹു കൽപ്പിച്ചിടത്തേക്ക് യാത്ര പോകുന്നു, വിജനമായ മക്കയിലെത്തുന്നു, അവിടെ ഇട്ടിട്ട് യാത്ര തിരിച്ചു പോരാൻ വേണ്ടി പറയും. പിഞ്ചു മകനെയും മാതാവിനെയും അവിടെ ഉപേക്ഷിച്ചു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് കുഞ്ഞു വലുതായി തനിക്ക് താൻ പോകുന്നവനായപ്പോൾ ഈ വാപ്പങ്ങൾ തിരിച്ചില്ല എന്ന് പറയാൻ ഞാൻ എനിക്ക് ഇനാവ് കണ്ടിട്ട് വരിക അറുക്കറന്നാണ്. ആ ഉമ്മ ചോദിച്ചില്ല, എത്രയും കാലം പോറ്റാനും വളർത്താനും കൂടല്ലാണ്ട് ഈ കാട്ടിൽ കൊടുത്തിട്ട് അവസാനം വന്നിട്ട് അറുക്കണം എന്ന് ചോദ്യം ചെയ്തില്ല. ഒരു കുടുംബം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ആത്മാർപ്പണം നടത്താൻ വേണ്ടി സന്നദ്ധമാകുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തെയാണ് ബലിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളോട് എന്താണ് അല്ലാഹു തആല കൽപ്പിച്ചത് അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ്. അഥവാ ഒരു മകനുണ്ടാകാൻ വേണ്ടി കാത്തുകാത്തിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒടുവിൽ കിട്ടിയ ആ സന്താനത്തിന്റെ കൂടെ കഴിയാനുള്ള സൗഭാഗ്യം ഉണ്ടായില്ല. മരുഭൂമിയുടെ ആ മണൽക്കാട്ടിൽ ഉപേക്ഷിച്ചു. ഒടുവിൽ അവിടേക്ക് തിരിച്ചു പോയി കൊണ്ട് കഴുത്തിൽ കത്തി വെച്ച് അറുത്ത് കളയാനാണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. അത് നിർവഹിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി കടന്നു വരുമ്പോഴും ഒരടിയിൽ പോലും ഇങ്ങനെ ഒരു കാര്യം നിർവഹിക്കുന്ന ഒരു പിറകോട്ട് മാറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചില്ല എന്നതാണ്. അഥവാ ഒടുവിൽ അല്ലാഹു തആല അവിടെ പരീക്ഷിക്കുന്നത് ഈ ഒരു ഭൂമിയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള തന്റെ ഏറ്റവും വലിയ ബലഹീനമായിട്ടുള്ള ഒരു വികാരത്തെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയ തന്റെ മകൻ ആ ദൗർബല്യത്തെയും പടച്ചതമ്പുരാന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു ചിത്രമാണ് ഉദ്ഹിയ്യത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ നടപ്പിലാക്കുക. അഥവാ നമ്മളിലുമുണ്ട് ഇതുപോലെയുള്ള നമ്മുടെ ഇസ്മായിൽ എന്താണ്? നമ്മുടെ അഹങ്കാരമാണോ? നമ്മുടെ കച്ചവടമാണോ? നമ്മുടെ സമ്പാദ്യമാണോ? നമ്മുടെ കുടുംബമാണോ? നമ്മളുടെ അധികാരമാണോ? എന്താണ് നമ്മുടെ ഇസ്മായിൽ? ആ അഹങ്കാരത്തെ പ്രതീകാത്മകമായി ഈ വലിയ പെരുന്നാളോടുകൂടി ബലിയറുത്ത് കളയുക എന്നുള്ളതാണ്. ഹജ്ജിമാർ ഓരോരുത്തരും ജംറയിൽ കല്ലെറിയണം. അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ബലികർമ്മം നിർവഹിക്കാൻ വേണ്ടി ഉജ്ജ്വലമായ ത്യാഗം നിറഞ്ഞ ഈ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ ശൈത്താൻ പിന്തിരിപ്പിച്ചതിനെതിരെയുള്ള ഒരു പരിശ്രമമായിക്കൊണ്ട്, പ്രതിഷേധമായിക്കൊണ്ട് എന്നതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഹാജിമാർ അവിടെ നിന്ന് നിർവഹിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും നമ്മളിലുള്ള ഈ ദൗർബല്യങ്ങൾ, നമ്മുടെ ചാബല്യങ്ങളെ വർഷത്തിലൊരിക്കൽ അതിനെ ബലിയറുത്ത് പ്രതീകാത്മകമായി ബലിയറുത്തുകൊണ്ട് നമ്മുടെ മനസ്സിലെ സകല ഭൗതികമായ താല്പര്യങ്ങളെ, ചാബല്യങ്ങളെ ബലിയറുത്ത് കളയുക എന്നാണ്. ആ ബലിമൃഗത്തിന്റെ കഴുത്തിൽ നിന്നും ചീറ്റിത്തെറിക്കുന്ന രക്തത്തിലൂടെ ഒഴുകി പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഈഗോകളാണ്, സമ്പത്തിനോടുള്ള ആർത്തിയാണ്, സ്വതക്കയും സക്കാത്ത് നിർവഹിക്കാനുള്ള മടിയാണ് അതിലൂടെ ഇല്ലാതായി പോകുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഉദ്ഹിയ്യത്തിന്റെ ഭാഗമാകാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അഥവാ ഇനിയും സമയമുണ്ട് സഹോദരങ്ങളെ.
നമ്മൾ ഓരോരുത്തരും പൊതുവെ വലിയ ഉദ്ഹിയത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പൊതുവെ കണക്കാക്കുക ഇതൊക്കെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്കാണ് എന്നുള്ള നിലക്ക്. സത്യത്തിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അവിടുന്ന് എന്താണ് സമ്പാദ്യമായിട്ടുണ്ടായത് നമുക്കറിയാം. ഒരു പടച്ചട്ട മാത്രം, കത്തിച്ചു നോക്കാൻ വെള്ളക്കിൽ ഒഴിക്കാൻ എണ്ണ പോലും ഉണ്ടായിരുന്നില്ല. അടുത്ത വീട്ടിൽ നിന്ന് കടവ് വാങ്ങി. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 55ഓളം ഉരുക്കളെ ഉദ്ഹിയത്ത് അറുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അഥവാ അത്രയൊന്നും ആൾക്കാണ് അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ഒന്നെങ്കിലും. ഇപ്പൊ നമ്മള് പൊതുവെ ഈ നഗരപ്രദേശങ്ങളിൽ ആളുകൾക്ക് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ആളുകളിൽ നിന്ന് ഷെയർ സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായം ഏതോ നല്ല ആളുകൾ തുടങ്ങി വെച്ചതുകൊണ്ട് തന്നെ ഇപ്പൊ അത് ഫിത്ർ സക്കാത്തിന്റെ ഒരു അവസ്ഥയിലേക്ക്, ഒരു ഷെയർ നൽകുന്ന ഒരു മനോഭാവത്തിലേക്ക് അത് വഴിമാറിപ്പോയിരിക്കുന്നു എന്നുള്ളത്, അതിന്റെ അപകടവും അതിലെ തെറ്റായിട്ടുള്ള ആ പ്രവണത എത്തിച്ചേർന്നിട്ടുള്ള ഒരു തെറ്റായ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അഥവാ ഉദ്ഹിയത്ത് കഴിയുന്നവർ അവനവന്റെ സാമ്പത്തിക ശേഷി ഓരോരുത്തരും കുറയാം. നമ്മളൊരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ വിവാഹം കഴിക്കാനുണ്ട് എങ്കിൽ നമ്മളുടെ സകല സമ്പാദ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവിടെ 100 കിലോയും 200 കിലോയും 300 കിലോ കോഴിയും ഇറച്ചിയും കാടയും എല്ലാം അറുത്തുകൊണ്ട് അതിനെയൊക്കെ സൽക്കരിക്കാൻ വേണ്ടി തയ്യാറാകുന്ന, അതിന് പണം കണ്ടെത്താൻ ഒരു ഖുത്ബയിലും ഒരു മിമ്പറിൽ നിന്നും ഇൻസ്പയർ ചെയ്യുന്ന ക്ലാസോ ഖുത്ബയുടെ ഒന്നും ആവശ്യമില്ലാതെ ഒക്കെ നിർവഹിക്കുമ്പോൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഒരു ബലിയിറക്കാൻ നമ്മുടെ സാമ്പത്തിക ശേഷി, നമ്മൾ സ്വകാര്യമായി സൂക്ഷിക്കുന്ന നമ്മുടെ ബാലൻസുകളൊക്കെ പടച്ചതമ്പുരാൻ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അതൊരു ഷെയർ കൊടുത്ത് 7000 7500 റുപ്യോ 8000 കൊടുത്ത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈയൊഴിയാമെന്ന് വിചാരിക്കാറില്ല. നമ്മുടെ ത്യാഗത്തിന്റെ സന്നദ്ധതയും നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട്, അത് ഒരുവിനെ മുഴുവൻ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ 2, 3, 4, 5 എത്രയാണ് തനിക്ക് അതിൽ തുകയായിട്ട് ഷെയറായി കൂടാൻ കഴിയുക, അത് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ സന്നദ്ധമാകണം എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ മഹലിൽ സംഘടിതമായി അത് നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ ഇബാദത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി മഹലിൽ ഒരു സംവിധാനവും സഹായം ചെയ്യുന്നു എന്നേ. അത് മഹലിന്റെ പരിധിയിലേക്ക് ഇട്ടുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല. നമ്മളെ സഹായിക്കും ഒരു ഇബാദത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. മഹലിലൊരു തുക ഏൽപ്പിച്ചുകൊണ്ട് പിന്നെ ഉദയത്തലത്ത് വൈകുന്നേരം അതിന്റെ തന്റെ പങ്ക് പറ്റാൻ വേണ്ടി ചാക്കുമെടുത്ത് വരുന്ന ഒരു മനോഭാവമാകരുത്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒരു ത്യാഗത്തിന്റെ സമർപ്പണത്തിന്റെ വികാരം അത് നമ്മളിൽ ഈ നിയ്യത്താക്കിയത് മുതൽ, തുക കൊടുത്തത് മുതൽ, ഞാൻ അറുക്കാൻ പോകുന്ന എന്റെ ഷെയറിന്റെ ഒരു പോത്ത് ഏതാണ്, ആ ആട് ഏതാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും അതിനൊരു തുള്ളി വെള്ളം, ഒരു പുല്ല് അതിനെ കൊടുത്തുകൊണ്ട് അതിനോട് മാനസികമായ വൈകാരികമായ ഒരു അടുപ്പം സ്ഥാപിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ചാബല്യവും ദൗർബല്യവും ഇസ്മായിലും ഒക്കെ കുടിയൊഴിക്കപ്പെടുക എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ മഹലിൽ പോത്തിന്റെ ഷെയർ അത് സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഷെയറിന്റെ എമൗണ്ടിനെ വലിയ തോതിൽ അത് പ്രൊമോട്ട് ചെയ്യുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ആ ഒരു ചെറിയ ഷെയറെ കൂടാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അത് നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. പരമാവധി അതിന്റെ ഒരുവിന്റെ എണ്ണം, അതല്ലെങ്കിൽ ആടിനെ അറുക്കുവാനുള്ള സൗകര്യമുണ്ട്. അതുമായി നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകളുമായി അതുമായി ബന്ധപ്പെടണമെന്ന് സ്നേഹത്തോടെ ഗുണകാംക്ഷയോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന ഹജ്ജിന്റെയും ഹജ്ജിന്റെ നാളുകളിൽ, അതുപോലെ തന്നെ പരിശുദ്ധമായ പെരുന്നാളിന്റെയും നാളുകളിൽ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ആത്മാർപ്പണം നടത്തിക്കൊണ്ട് ഉദ്ഹിയത്തടക്കമുള്ള വിശിഷ്ടമായ കർമ്മങ്ങളിൽ അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിൽ പങ്കാളിയായിക്കൊണ്ട് സുന്നത്തായ ഒരു പെരുന്നാളിനെ ആഘോഷിക്കുവാൻ, അർത്ഥവത്തായ ഒരു പെരുന്നാൾ ആഘോഷിക്കുവാനുള്ള എല്ലാ തൗഫീഖും തുണയും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിവില്ലായ്മയും സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങൾ കൊണ്ട് അൽക്കൂലത്തിൽ വെച്ച് കരിച്ചിരുന്നു ഇരുട്ടത്തും വെളിച്ചത്തും ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ, പിഴവുകൾ, അബദ്ധങ്ങൾ, അപാകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്ത് തീരുമാനമാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈമാനും തൗഹീദും ഇസ്ലാമെല്ലാം മുറുകെപ്പിടിച്ച് ജീവിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും കുടുംബത്തിന്റെയും പോലെ അല്ലാഹുവിന് വേണ്ടി ത്യാഗം നടത്തുന്ന, ആത്മാർപ്പണം നടത്തുന്ന വിശ്വാസികളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും
മുഅ്മിനായി മുവഹ്ഹിദായി മുസ്ലിമായി ജീവിക്കുന്നതിലെയോ അതിൻ്റെ പേരിൽ അറിയപ്പെടുകയോ ചെയ്തതിൻ്റെ പേരിൽ അടിയോടിക്കപ്പെടുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന, രാജ്യം തന്നെ ഇല്ലാതാക്കപ്പെടുന്ന നിരവധി മുസ്ലിമീങ്ങളുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, നിരപരാധികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് വെല്ലുവിളികളും പ്രയാസങ്ങളും പീഡനങ്ങളും ഉണ്ടായാലും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഈമാനികമായ കരുത്തും ബലവും അല്ലാഹു അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് നീതിബോധത്തോടെ സമത്വബോധത്തോടുകൂടി ഭരണം നിർവഹിക്കാനുള്ള സന്മനസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാൻ ധാരാളം ആളുകൾ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും നല്ല മുറാദുകൾ അല്ലാഹു മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ പള്ളിയിൽ ഇറങ്ങിൽ വന്നിരിക്കുകയും കസേരയിൽ സ്ഥാനം പിടിക്കുകയും ദീർഘകാലം ഈ രണ്ട് പള്ളികൾ ഒറ്റമ്പലും കാട്ടുകുളങ്ങരയിലും പള്ളികളുടെ നിർമ്മാണത്തിനും ഈ മഹല്ലുകളെ രൂപീകരിക്കുന്നതിനും ഇസ്ലാഹി ആശയങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നതിനു വേണ്ടി എൻ്റെ കച്ചവടമടക്കമുള്ള അതുപോലെ തന്നെ രാഷ്ട്രീയ ആദർശമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദീനീ രംഗത്തേക്ക് കടന്നു വന്ന ഹുസൈൻ സാഹിബ്, അദ്ദേഹം ഒരാഴ്ച മുമ്പ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പറയും. അല്ലാഹുവിന്റെ ദീനിലേക്ക് വന്ന് ദീൻ പഠിച്ച് അദ്ദേഹം മിമ്പറുകളിൽ ധാരാളം മിമ്പറുകളിൽ ഖുതുബ നിർവഹിക്കുകയും മദ്രസാധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും ഒരു തികഞ്ഞ ദാഴിയായി നമുക്കിടയിൽ ജീവിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ വിയോഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ലഭിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വിയോഗം മൂലമുണ്ടായ പ്രയാസ ക്ലേശങ്ങളിൽ അല്ലാഹു കുടുംബത്തിനും മറ്റും ആശ്വാസവും സാന്ത്വനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ചെയ്തതിനേക്കാളും ഉത്തമമായ ദീനീ പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ അദ്ദേഹത്തിന്റെ മക്കൾക്കും തലമുറക്കും അതിനുള്ള ആഫിയത്തും തൗഫീഖും സന്മനസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം തന്നെ എൻ്റെ ഭാര്യ മാതാവ് ഒരു രാത്രി ഒരു ഹൃദയാഘാതം കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കുകയാണ്. മാതാവിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി വ്യക്തികളുമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം അത്രയും വേഗത്തിൽ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഓരോരുത്തരിലുമുള്ള ശാരീരികവും മാനസികവും സാമ്പത്തികവും കുടുംബപരവും കച്ചവടവും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ ഈ പള്ളിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കാഴ്ചയാണ് ഇന്ന് ജുമാക്ക് ശേഷം നടക്കുന്ന മാസത്തിൽ ഒരു തവണയാണ് അതിനുവേണ്ടി കാഴ്ച നടക്കുന്ന കാര്യം. ജുമ കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധയിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.